നിങ്ങളെല്ലാവരും അറിഞ്ഞോ? നമ്മുടെ ജയിലിൽ 63 രൂപ ഉണ്ടായിരുന്ന ദിവസവേതനം അത് 560 രൂപയാക്കി മാറ്റിയിരിക്കുന്നു. അതുപോലെ സ്കിൽഡ് ജോബ് ആണെന്നുണ്ടെങ്കിൽ അത് 650-ന് മുകളിലാണ് വരുന്നത്. എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ന്യൂസ്. ഞാൻ കൊടുക്കാം ഇതിന്റെ കൂട്ടത്തിൽ. അപ്പം എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും നമ്മൾ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ജയിലിലേക്ക് വിടുന്നത്, അതോ ഇവന്മാരെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണോ വിടുന്നത് എന്നുള്ളതാണ് എൻ്റെ സംശയം. വേറൊന്നുമല്ല, നമ്മുടെ ആശാവർക്കർമാർ അത്യാവശ്യം നല്ലപോലെ കഷ്ടപ്പെടുന്ന ഒരു ടീമാണ്. ഈ വെയിലത്താണെങ്കിലും എന്തൊരു പ്രതിസന്ധി, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രൈസിസ് വന്നാൽ പോലും നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആശാവർക്കർമാർക്ക് ഒരു 100 രൂപ ദിവസവേതനം കൂട്ടാൻ വേണ്ടിയിട്ട് അവർ കിടന്ന് സമര സെക്രട്ടേറിയറ്റിന്റെ വാതിക്കെ കിടന്നപ്പോൾ പോലും ഒരു സർക്കാരും അതിനെ തിരിഞ്ഞു നോക്കിയില്ല. അവരെ അവഗണിക്കുകയാണ് ചെയ്തത്. ഈ കുറ്റങ്ങൾ ചെയ്ത് നമ്മൾ ശിക്ഷിക്കാൻ വേണ്ടി ജയിലിലേക്ക് വിട്ടിരിക്കുന്ന ഈ ആൾക്കാർക്ക് ഇത്രയും രൂപ കൂട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അതൊരു മോട്ടിവേഷൻ അല്ലേ? എന്തിന്? ജയിലിൽ പോകാനുള്ള മോട്ടിവേഷൻ അല്ലേ കൊടുക്കുന്നത്? കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ പാല്, പത്രം മുതൽ കരണ്ട്, വെള്ളം, അങ്ങനെയുള്ള ഉടുക്കാനുള്ള വസ്ത്രം, നമ്മൾ മേടിക്കാൻ നിത്യോപയോഗ സാധനങ്ങൾ, ഇതിനെല്ലാം തൊട്ടാപ്പുള്ളുന്ന വിലയാണ്. നമ്മളൊരു കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ പോയി കിടക്കുകയാണെങ്കിൽ നമുക്ക് കരണ്ടും വെള്ളവും വസ്ത്രവും വരെ ഫ്രീ ആണ് അല്ലേ? നമ്മളിപ്പോൾ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം പൾസർ സുനിയൊക്കെ പോയി ജയിലിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 20 വർഷമാണ് തടവ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 20 വർഷം തടവാകുമ്പോഴത്തെ ഏകദേശം 35 ലക്ഷം രൂപയോളം അവർക്ക് ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും അവർക്ക് കിട്ടുക. അപ്പം നാട്ടിൽ വന്ന് സെറ്റിൽ ആവാനുള്ള ഒരു എമൗണ്ട് അവരുടെ കയ്യിലോട്ട് വരിക. ഇനി അതല്ലാന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ക്രൈം ചെയ്തിരിക്കുന്ന ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഒരു 25 ലക്ഷമോ ഒരു 30 ലക്ഷം രൂപയോ നമ്മൾ കാശ് മേടിച്ചിട്ട് ആ കുറ്റം ഏറ്റെടുത്ത് നമ്മൾ ജയിലിൽ പോയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന 35-40 ലക്ഷം രൂപ ഇൻഷ്യലായിട്ട് കിട്ടുന്ന പൈസയുണ്ട്. അത് കൂടാണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇതേപോലെ 20-30 ലക്ഷം രൂപ കിട്ടുമ്പോഴത്തേക്കും പുറത്തൊരുത്തം കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ലൈഫ് ടൈം കഷ്ടപ്പെട്ടിട്ട് ഒരു സമ്പാദ്യം ഇല്ലാതെ മരിച്ചു പോകുന്നതിനേക്കാളും തുല്യമല്ലേ? അകത്ത് പോയി കരണ്ടും വെള്ളവും വായുവും വരെ ഫ്രീ ആയിട്ട് കിട്ടി പുറത്തിറങ്ങി കഴിയുമ്പോൾ അവന് സുഖമായിട്ട് ജീവിക്കത്തില്ലേ? അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ചെറുപ്പക്കാരോടുള്ള അവഗണനയാണോ വെല്ലുവിളിയാണോ എന്ന് എനിക്ക് തോന്നിപ്പോവുക. കാരണം ഇന്ന് പലരും ജോലി ചെയ്യുന്ന 10,000 രൂപയ്ക്ക് വരെ തുണിക്കടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പോലും മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തൊഴിലിന് പോകുന്നത്. അവർക്ക് പോലും 10,000 രൂപ കിട്ടുന്നുള്ളതെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ. അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ നേഴ്സുമാരായിട്ട് കയറിയിരിക്കുന്ന കൊച്ചു പെമ്പിള്ളേരുണ്ട്. അവർക്കാണെന്നുണ്ടെങ്കിൽ 10,000 അല്ലെങ്കിൽ 12,000 രൂപയായിരിക്കും ഒരു മാസം ശമ്പളം കൊടുക്കുന്നത്. അതുപോലെ പ്രൈവറ്റ് സ്കൂളുകളിൽ ടീച്ചർമാരായിട്ട് കയറിയിരിക്കുന്നവരുണ്ട്. അവർക്കും ഇതേപോലെ തന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ 15 രൂപയായിരിക്കും ഇൻഷ്യലി കൊടുക്കുന്നത്. അപ്പം അവർക്ക് അത് ജോലിക്ക് പോകാനായിട്ട് പെട്രോൾ ആവശ്യമാണ്, ഈ പറയുന്ന രീതിയിൽ വസ്ത്രം ആവശ്യമാണ്, ഭക്ഷണം ആവശ്യമാണ്, എല്ലാ കാര്യങ്ങളും ആവശ്യമായ അവർക്ക് ഈ പൈസ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവരുടെ ചെലവിന് പോലും തികയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇത്രയും സൗകര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടി, എന്തിന് പാർപ്പിടം വരെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് ജയിലിൽ കിടക്കുന്ന അവർക്ക് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇത്രയും നല്ലൊരു സമ്പാദ്യം വരിക എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ശരിക്കും പറഞ്ഞ അവഗണനയാണോ അതോ വെല്ലുവിളിയാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം നമ്മുടെ നാട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇനിയിപ്പം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സമ്പാദിക്കാൻ പറ്റും, ഇത്രയും കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി എല്ലാവരും പോയി ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണല്ലോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കഷ്ടപ്പെടുന്നവന് യാതൊരു വിലയുമില്ലേ? അതാണ് എനിക്ക് മനസ്സിലാത്തത്. അപ്പൊ എങ്ങോട്ടാണ് നമ്മുടെ സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയയും കിട്ടാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.